ഞങ്ങൾ വരണട്ടോ. ടാറ്റ. അങ്ങനെ അവരങ്ങോട്ട് പോയി. ഈ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റൊരാളുമില്ല എന്ന് പറയുന്നതൊക്കെ സത്യം തന്നെയല്ലേ. എനിക്ക് എന്തെങ്കിലും ഒന്ന് പറ്റുമ്പോഴേക്കും ആദ്യം ഒരു അരുണിൻ്റെ അമ്മയാണ് കേട്ടോ. അരുണിൻ്റെ അമ്മ എന്ന് വെച്ചാൽ ഇവിടുന്ന് കുറച്ചൊരു 8 കിലോമീറ്റർ മാക്സിമം. എൻ്റെ ഉമ്മാക്കൊരു 10-30 കിലോമീറ്റർ. അപ്പോൾ എനിക്ക് തലവേദന അറിയാമല്ലോ, എല്ലാവർക്കും തലവേദനയുള്ള കാര്യം. അപ്പോൾ കുറച്ച് വയറുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ മാസവും എല്ലാവർക്കും ഉണ്ടാകുന്ന വിഷയങ്ങളൊക്കെ തന്നെ. പക്ഷേ എനിക്കത് കുറച്ച് കൂടുതലാണെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതുകൊണ്ട് കിടത്തത്തിലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് എന്നെ കാണാൻ വന്നാണ്. ചോറ് വെച്ച് കറി വെച്ച്, ചോറും കറിയൊക്കെ കൊണ്ടുവന്ന് കിട്ടും. ഉച്ചക്കേക്കുള്ളത് ഞങ്ങൾക്ക് ഇവിടേക്കുള്ളത് കൊണ്ടുവന്നിക്ക്. ഇവിടെ വന്നാരാ ചോറ് വെച്ച് കറി വെച്ച് ഇവർക്ക് ചായ ഉണ്ടാക്കി കൊടുത്ത്. പിന്നെ എന്തായാലും പാത്രം കുറേ ഉണ്ടായിരുന്നു കഴുകാൻ. അതൊക്കെ കഴുകി വെച്ച് ഒക്കെ ക്ലീൻ ചെയ്തിട്ടൊക്കെ പോവുകയാണ്. അപ്പോൾ ഈ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല മക്കളെ. ഇതൊക്കെയാണ് മോളെ പ്രിയ നീയൊക്കെ കണ്ടുപിടിക്കേണ്ടത്. നിനക്ക് അമ്മ ഉണ്ടാവുമായിരിക്കും, പക്ഷെ നിനക്കും ഇങ്ങനെയൊക്കെ പോയി ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? അത് നിന്നെ കുത്തി നോവിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയല്ല മോളെ. അമ്മയുടെ വില മനസ്സിലാക്കിയിട്ട് കുഞ്ഞുങ്ങളെ കരയിപ്പിക്കാതെ നിന്നു നോക്ക്. ഒരു പക്ഷേ നിനക്കും ഇത് പോകണം. എൻ്റെ ഉമ്മാനെ പോലെ നിനക്കും നാളെ ഇങ്ങനത്തെ ഒരു യോഗം ഉണ്ടാവും. എനിക്ക് ശരിക്കും നിന്നെ ഭയങ്കര ഇഷ്ടമൊക്കെ തന്നെയാണ്. നീ അന്ന് ആ ഒരു ഇഷ്യൂസ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയില്ലേ? എല്ലാവരെ പോലെ ഒരു ഇഷ്ടമുള്ള ഒരു വ്യക്തി തന്നെയാണ് നീയും. അപ്പം നിന്നോട് എനിക്ക് പറയാനുള്ളത്, ആരെയും വെറുപ്പിക്കരുത്. എടോ, വെറുപ്പിച്ചാൽ നമുക്ക് ഒരു പുതുജീവിതം തരുന്നത് ദൈവം എവിടെയോ തടസ്സപ്പെടുത്തി നിൽക്കുക നിൻ്റെയൊക്കെ കാര്യത്തിൽ. ആ തടസ്സം മാറണമെങ്കിൽ ഇനിയെങ്കിലും ഇതേപോലെയുള്ള അമ്മമാരെക്കുറിച്ച് വൃത്തികേട് പറയുന്നത് അവസാനിപ്പിക്കുക. നീ വൃത്തികേട് പറഞ്ഞ അമ്മയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നാളെ നിനക്കും നിൻ്റെ കുഞ്ഞിൻ്റെ വീട്ടിൽ പോയിട്ട് ഇതേപോലെ കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റണമെന്നുണ്ട്. ഇതേപോലെയുള്ള അമ്മമാരാ അരുണിൻ്റെ അമ്മന, എൻ്റെ അമ്മനൊക്കെ ഇങ്ങനെ വൃത്തികേട് പറയുന്നുണ്ടല്ലോ. ആ ഒരു കാര്യത്തിൽ മോളൊന്ന് ബാക്കോട്ട് വെച്ചോ. ആ കാര്യത്തിൽ നീ ലസിത പാലക്കലിനെ കണ്ട് തന്നെ പഠിക്കണം മോളെ. ഞാൻ ലസിതയുടെ അമ്മനെ പലതും പറഞ്ഞു പോയിട്ടുണ്ട്. അതിലെനിക്ക് കുറ്റബോധമുണ്ട്. പക്ഷെ നീ ഇതൊക്കെ കണ്ട് പഠിച്ചാൽ നിനക്ക് കൊള്ളാം. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ ഇത്ര മാത്രമാണ്. എന്നെ കണ്ട അസുഖക്കാരി എന്നൊന്നും പറയൂല, എങ്കിൽ പോലും ഇത്ര മാത്രമേ വീഡിയോസുള്ളൂ. അപ്പോൾ ടാറ്റാ.